ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ വായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ഡിസംബർ 7, ഒന്നാമത്തെ വായന ഭാഗം ഇയ്യോബിൻ്റെ പുസ്തകം 9-ാം അധ്യായം. അപ്പോൾ ഇനി വരുന്ന 9, 10 അധ്യായങ്ങൾ ഇയ്യോബിൻ്റെ മറുപടിയാണ്. അതിൽ 9-ാം അധ്യായമാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. അതിന് ഈ തൊട്ടു മുമ്പ് ബിൽഹാദ് എന്ന തൻ്റെ സുഹൃത്ത് പറഞ്ഞതിൻ്റെ മറുപടിയായി ഇയ്യോബ് സംസാരിക്കുകയാണ്. അതങ്ങനെ തന്നെ എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഏതോ കാര്യത്തിൽ, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും, അല്ലെങ്കിൽ ഏതോ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യത്തിന് ആണ് പറയുന്നത്. അതങ്ങനെ തന്നെ എന്ന് എനിക്കറിയാം നിശ്ചയം. ദൈവസന്നിധിയിൽ മർത്യൻ നീതിമാനാകുന്നത് എങ്ങനെ? അപ്പോൾ ഇതിന് തക്ക ഒരു വാക്യം, ഈ ദൈവസന്നിധിയിൽ മർത്യൻ നീതിമാനാകുന്നത് എങ്ങനെ എന്ന് പറഞ്ഞ ഉത്തരത്തിന്, അല്ലെങ്കിൽ മറുചോദ്യത്തിന് ഒരു കാര്യം നമുക്ക് അതിൻ്റെ തൊട്ടു മുമ്പ് 8-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ വായിക്കാൻ കഴിയുന്നത്, ദൈവം നിഷ്കളങ്കനെ നിരസിക്കുകയില്ല, ദുഷ്പ്രവർത്തിക്കാരെ താങ്ങുകയുമില്ല. ദൈവം നിഷ്കളങ്കനെ, അതായത് നേരായി നടക്കുന്നവനെ നിരസിക്കില്ല, തള്ളിക്കളയില്ല, തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കാതെ വിടുകയുമില്ല. ഇതാണ് പറയുന്നത്. അപ്പോൾ അതെനിക്കറിയാം, ദൈവസന്നിധിയിൽ മർത്യൻ നീതിമാനാകുന്നത് എങ്ങനെ. ഇത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ ബിൽദാദ് പറഞ്ഞതിനേക്കാളും വലിയ ഒരു സത്യത്തിലേക്കാണ്, അല്ലെങ്കിൽ അതിനെയും കവച്ചു വെക്കുന്ന, അല്ലെങ്കിൽ അതിനും മുകളിൽ നിൽക്കുന്ന ഒരു മറുപടിയാണ്, പ്രസ്താവനയാണ്, ദൈവസന്നിധിയിൽ മർത്യൻ നീതിമാനാകുന്നത് എങ്ങനെയാണ്. അപ്പം അതിങ്ങനെ വായിച്ചിങ്ങനെ വരുമ്പോൾ നമുക്കതിൻ്റെ ഒരു 22-ാമത്തെ വാക്യത്തിൽ അവൻ നിഷ്കളങ്കനെയും ദുഷ്ടനെയും നശിപ്പിക്കുന്നു. ദൈവസന്നിധിയിൽ ഒരു മനുഷ്യനും നീതിമാനല്ല. വചനം തന്നെ പറയുന്നത് അവൻ്റെ മുമ്പിൽ ആരും നീതിമാന്മാരില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും വഷളായി, അല്ലെങ്കിൽ എല്ലാവരും തെറ്റി ഒഴിഞ്ഞു നടക്കുന്നു എന്നാണ്. അത് വചനം തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന കാര്യമാണ്, ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന കാര്യമാണ്. ദൈവസന്നിധിയിൽ ആരും നീതിമാനില്ല എന്നുള്ളത്. യോബ് അത് തന്നെയാണ് പറയുന്നത്. അപ്പം അതാണ് അവൻ നിഷ്കളങ്കൻ, ദൈവം നിഷ്കളങ്കനെയും ദുഷ്ടനെയും നശിപ്പിക്കുന്നതാണ്. അതിനുള്ള കാരണങ്ങളാണ് ഇവിടെ പറയുന്നത്. സർവശക്തനായ ദൈവം തൻ്റെ സൃഷ്ടികളാണിതെല്ലാം. അവൻ മകയിരത്തെയും കാർത്തികയെയും ഈ നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും സൂര്യനെയും ഭൂമിയെയും അതിലുള്ള ചരാചരങ്ങളെയും വൃക്ഷങ്ങളെയും എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ദൈവത്തിന് അതിന്മേൽ സ്വാതന്ത്ര്യമുണ്ട്. ഒരു കുശവന് തൻ്റെ കളിമണ്ണിൻ്റെ മേൽ സ്വാധീനമുള്ളതുപോലെ, അല്ലെങ്കിൽ അധികാരമുള്ളതുപോലെ, അതിനെ ഏത് രീതിയിലും കുഴച്ച് പാത്രമുണ്ടാക്കാനോ മാനത്തിനോ ഹീനകാര്യത്തിനോ ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം ആ കുശവനുണ്ട്. അതിനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിനെ തറയിൽ എറിഞ്ഞ് ഉടച്ചു കളയാനും സ്വാതന്ത്ര്യം, അധികാരം ഈ കുശവനുണ്ട്. എന്ന് പറയുന്നത് പോലെ ദൈവത്തിന് അതിനുള്ള അധികാരമുണ്ട്. ആരാണ് തിരിച്ചൊരു ചോദ്യം ചോദിക്കുക? ആരും തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയില്ല. അവനോട് വ്യവഹരിക്കാൻ തോന്നിയാൽ, ആർക്ക്? ദൈവത്തിന് ഈ മനുഷ്യനോട് വ്യവഹരിക്കാൻ തോന്നിയാൽ 1000-ൽ 1 കാര്യത്തിന് പോലും നമുക്കാർക്ക് ഉത്തരം പറയാൻ കഴിയില്ല. കാരണം 1000 കുറ്റങ്ങൾ നമ്മുടെ മേൽ വെച്ചാലും, 1000 കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞാലും, ഒരെണ്ണത്തിന് പോലും ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് ഒഴിവഴി പറയാമെന്നല്ലാതെ യഥാർത്ഥത്തിലൊരു നീതിമായ ഒരു ഉത്തരം പറയാനൊക്കത്തില്ല. അതിലൊരെണ്ണത്തിൽ പോലും നമ്മൾ തെറ്റുകാരനല്ലാതായിരിക്കില്ല എന്നുള്ളതാണ് യോബ് പറയുന്നത്. അപ്പോൾ അബ്രഹാമിൻ്റെ കാര്യത്തിൽ എന്താ പറയുന്നത്? അബ്രഹാം വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടുകൊണ്ടെന്നാണ്. അപ്പോൾ ദൈവം നീതിമാനാക്കിയ നീതിമാന്മാരല്ലാതെ സ്വയം നീതിമാനായ ഒരു നീതിമാനുമില്ല. ദൈവം നീതീകരിച്ചവനെ ആർ വിധിക്കും എന്ന് ക്രിസ്തുവായിട്ടുള്ള ബന്ധത്തിൽ ചോദിക്കുന്നുണ്ട്. ദൈവം നീതീകരിച്ചവനെ ആർ കുറ്റം ചുമത്തുമെന്ന്. ദൈവം നീതീകരിക്കുന്നതല്ലാതെ മനുഷ്യന് ഒരു നീതീകരണവും ഇല്ല എന്നുള്ളത് ബോധ്യമാണ് ഇയ്യോബിന് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ നീതിമാനായിരുന്നാലും ദൈവത്തോട് ഉത്തരം പറഞ്ഞുകൂടാ. അതാണ്, ഞാൻ നീതിമാനായിരുന്നാലും ദൈവത്തോട് ഉത്തരം പറഞ്ഞുകൂടാ, ദൈവത്തോട് മറുത്ത് സംസാരിച്ചു. കാരണം ദൈവം ദൈവമാണ്, മനുഷ്യൻ വെറും മനുഷ്യൻ മാത്രമാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബോധ്യം. അതുകൊണ്ടാണ് പറഞ്ഞത് അവൻ നിഷ്കളങ്കനെയും ദുഷ്ടനെയും നശിപ്പിക്കും. അതിനുള്ള സ്വാതന്ത്ര്യം ദൈവത്തിനുണ്ട് എന്നുള്ളതാണ്.
എന്നിട്ട് താഴോട്ട് പറയുമ്പോൾ, ഞാൻ എൻ്റെ വ്യസനമൊക്കെയും ഓർത്ത് ഭയപ്പെടുന്നു, അങ്ങ് എന്നെ നിർദോഷിയായി എണ്ണുകയില്ലെന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ അവിടെയും തൻ്റെ നിരപരാധിത്വം അല്ലെങ്കിൽ തൻ്റെ സത്യസന്ധത അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൻ്റെ കുറവില്ലായ്മ അദ്ദേഹം പറയുക. അത് അദ്ദേഹത്തെ എത്ര ആലോചിച്ചിട്ടും അത് കിട്ടുന്നില്ല, പിടി കിട്ടുന്നില്ല. എന്നെ കുറ്റം വിധിക്കുകയുള്ളൂ, പിന്നെ ഞാൻ വൃഥാ പ്രയത്നിക്കുന്നതിന്. ദൈവം കുറ്റം വിധിച്ചാൽ പിന്നെ മനുഷ്യനത് കണ്ടെത്താൻ ഒക്കത്തില്ല. കുറ്റം കാണുമായിരിക്കാം. ഞാനതുകൊണ്ട് വൃഥാ സംസാരിച്ചിട്ട് കാര്യമില്ല. ഞാൻ ദൈവത്തോട് പ്രതിവാദിക്കേണ്ടതിനും ഞങ്ങൾ ഒരുമിച്ച് ന്യായവിസ്താരത്തിന് ചെല്ലേണ്ടതിനും ദൈവം എന്നെപ്പോലെ മനുഷ്യനല്ലല്ലോ. ഇത് ഒരു വലിയ തിരിച്ചറിവാണ്. നമുക്കായാലും ഈ തിരിച്ചറിവ് ഉണ്ടാകേണ്ടതാണ്. ലോകത്ത് പലരുമല്ല, ഈ ദൈവത്തെ എതിരെ സംസാരിക്കുന്ന ആളുകളൊക്കെ അവരുടെ മാനുഷിക ബുദ്ധിയിലാണ് ദൈവത്തെ കാണുന്നത്. ദൈവത്തെ ദൈവമായിട്ടും മനുഷ്യനാണെന്നും തിരിച്ചറിയാതെ മനുഷ്യബുദ്ധിയിൽ ദൈവം ദൈവമാണെങ്കിൽ പിന്നെ അങ്ങനെ ചെയ്ത് എന്തിനാണ്? ദൈവം ദൈവമാണെങ്കിൽ പിന്നെ ആ 1,10,000 പേരെ കൊന്നത് എന്തിനാണ്? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ്, നിസ്സാരമായ ചോദ്യങ്ങൾ. അത് ദൈവമാണെന്ന് മനസ്സിലാക്കാതെ ഉള്ള ചോദ്യങ്ങളാണ്. അപ്പം അവിടെ ദൈവം ദൈവമാണെന്നും മനുഷ്യനാണെന്നും ഉള്ള തിരിച്ചറിവ് യോബിനുണ്ട്. ഞങ്ങളെ ഇരുവരെയും പറഞ്ഞു നിർത്തേണ്ടതിന് ഞങ്ങളുടെ നടുവിലൊരു മധ്യസ്ഥനുമില്ല. സത്യമല്ലേ? ദൈവവും യോബും മാത്രമാണ് അവിടെ ഉള്ളത്. അതിൻ്റെ മുമ്പ് ഇടയ്ക്ക് ഒരു മധ്യസ്ഥനുമില്ല എന്നുള്ളത് സത്യമാണ്. ഇവിടെ നമുക്കറിയാം, പുരോഹിതന്മാരുടെ കാലത്തിന് മുമ്പാണ് യോബിൻ്റെ ജീവിച്ചിരുന്നതെന്ന് അദ്ദേഹം യാഗങ്ങളൊക്കെ അർപ്പിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കാം. അദ്ദേഹം യാഗം അർപ്പിക്കുമ്പോൾ ഇടയ്ക്കൊരു പുരോഹിതനെ കൊണ്ടല്ല ചെയ്യിക്കുന്നത്. അബ്രഹാം യാഗം ചെയ്തതും പുരോഹിതനെ കൊണ്ടല്ല, താൻ തന്നെയാണ് യാഗം ചെയ്തത്. അപ്പം അതുകൊണ്ട് ഈ പറയുന്നത് കൃത്യമാണ്. ഞങ്ങളെ ഇരുവരെയും പറഞ്ഞു നിർത്തേണ്ടതിന് ഞങ്ങളുടെ നടുവിലൊരു മധ്യസ്ഥനുമില്ല. ദൈവം തൻ്റെ വടി എങ്കിൽ നിന്ന് നീക്കട്ടെ. ദൈവത്തിൻ്റെ ഘോരത്വം എന്നെ പേടിപ്പിക്കാതിരിക്കട്ടെ. അപ്പോൾ ഞാൻ പേടിക്കാതെ സംസാരിക്കും. ഇപ്പോൾ എൻ്റെ സ്ഥിതി അങ്ങനെയല്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് 9-ാം അധ്യായം അവസാനിക്കുന്നത്. ഈ 10-ാമത്തെ അധ്യായം കൂടെ അദ്ദേഹത്തിൻ്റെ മറുപടിയുടെ തുടർച്ചയാണ്. അത് നമുക്ക് നാളെ വായിക്കാം, പരിശോധിക്കാം. 2-ാമത്തെ വായനാഭാഗം മീഖാ പ്രവചനം 5-ാം അധ്യായം. 5-ാം അധ്യായത്തിൻ്റെ ആദ്യം നമ്മൾ കാണുന്നത്, ഇപ്പോൾ പടക്കൂട്ടങ്ങളുടെ മകളെ പടക്കൂട്ടമായി കൂടുക, അവൻ നമ്മുടെ നേരെ വാടകോരുന്നു, ഇസ്രായേലിൻ്റെ ന്യായാധിപതിയെ അവർ വാൾ കൊണ്ട് ചെകിട്ടത്തടിക്കുന്നു. നീയോ ബെത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവൻ്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ. ഇവിടെ ബെത്ലഹേമിനോടാണ് സംസാരിക്കുന്നത്. ബെത്ലഹേം എന്ന് പറയുന്നത് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് തെക്കേ രാജ്യമായ യഹൂദയാണ്. നമുക്കറിയാം, അതിൻ്റെ ഈ പ്രവചനത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ശമരിയെയും യെരുശലേമിനെയും കുറിച്ച് ദർശിച്ച പ്രവചനം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ വടക്കേ രാജ്യമായ ഇസ്രായേലിനോടും തെക്കേ രാജ്യമായ യഹൂദായോടും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് പറയുന്നത്, നിന്നെ മേയിക്കാനുള്ളവൻ ഉത്ഭവിച്ചു വരും, നിനക്ക് നിന്റെ അധിപതിയായിരിക്കേണ്ടുന്നവൻ നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും, ബെത്ലഹേമിൽ നിന്ന് ഉദിച്ചു വരും. അത് ക്രിസ്തുവിൻ്റെ ജനനം ബെത്ലഹേമിലായിരുന്നല്ലോ. പക്ഷേ ബെത്ലഹേമിലായിരുന്നില്ല യേശുവിൻ്റെ മാതാപിതാക്കൾ ജീവിച്ചിരുന്നത്. അവർ ഗലീല പ്രദേശത്തായിരുന്നു ജീവിച്ചിരുന്നത്. പക്ഷേ അവർ യെരുശലേം ദേവാലയത്തിലേക്ക് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് അവിടെ വെച്ച് പ്രസവവേദന ഉണ്ടാവുകയും അങ്ങനെ ബെത്ലഹേമിൽ പ്രസവിക്കുകയാണ് ചെയ്തത്. അത് കൊണ്ട് പ്രസവിക്കുവോളം അവരെ ഏൽപ്പിച്ചു കൊടുക്കും. അവൻ്റെ സഹോദരന്മാർ ശേഷിപ്പിൽ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ മടങ്ങി വരും. ഇവിടെ യഹൂദയിലായാലും ഇസ്രായേലിലായാലും രാജാക്കന്മാരുടെ കാലം അവസാനിക്കും എന്നുള്ളതാണ്. പിന്നെ അവിടെ രാജാക്കന്മാരില്ല. ഒന്ന്, കൽദയ ദേശത്തിലേക്ക് പിടിക്കപ്പെട്ടു പോകുന്നവർ തെക്കേ ദേശത്തും, വടക്ക് ഇസ്രായേൽ അശൂരാൽ പിടിക്കപ്പെട്ടും രാജ്യത്വം അവസാനിക്കുകയും നശിച്ചു പോവുകയും ചെയ്യുന്ന അവസ്ഥയാണ്. അതാണ് വരാനിരിക്കുന്നത്. അത് വന്നിട്ടുണ്ടെന്ന് നമുക്ക് തുടർന്നുള്ള പുസ്തകങ്ങളിലും ബാക്കി പുസ്തകങ്ങളിലൊക്കെ നമുക്ക് വായിച്ച് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം ഇവിടെ എന്താ പറയുന്നത്? എന്നാൽ
അവൻ നിന്ന് യഹോവയുടെ ശക്തിയോടും തൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിൻ്റെ മഹിമയോടും കൂടി മേയ്ക്കും. അവർ നിർഭയം വസിക്കും. അവൻ അന്ന് മരുഭൂമിയുടെ അറ്റങ്ങളോളം മഹാനാകുമല്ലോ. ഒക്കെ ശരിയാണ്. എന്നോ സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചാണ്. എന്നാൽ എന്നോ സംഭവിക്കാനെന്ന് നമ്മൾ പറയുമ്പോഴും അത് ദൈവത്തിന് അതെന്നോ സംഭവിക്കാനുള്ളതല്ല. ദൈവത്തിന് കാലത്തെ സംബന്ധിച്ച് കൃത്യമായ അറിവും ബോധ്യവും ഒക്കെ ഉണ്ട് എന്നാണ് ഇത് സംഭവിക്കുക എന്നുള്ളത്. മനുഷ്യനാർക്കും അറിയില്ല. ക്രിസ്തുവിനോട് ചോദിക്കുമ്പോൾ ക്രിസ്തുവിന് പോലും അതറിയില്ലായിരുന്നു. അപ്പോൾ ഇവിടെ അതുകൊണ്ട് പ്രസവിക്കുവോളം അവനവരെ ഏൽപ്പിച്ചു കൊടുക്കും. അപ്പം അവനവരെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയായിരുന്നു. കൽദേർ വന്നു, അത് കഴിഞ്ഞ് മേദ്യരായി, പിന്നെ മേദ്യ പാഴ്സിയായി, പിന്നെ പാഴ്സി അല്ലെങ്കിൽ പേർഷ്യൻസായി, അത് കഴിഞ്ഞ് ഗ്രീക്കുകാരായി, റോമൻസായി. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് അപ്പോഴും അവരെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയായിരുന്നു. അവർ റോമൻസാണ് അവരെ ഭരിച്ചിരുന്നത് യേശുക്രിസ്തുവിൻ്റെ കാലത്തും. യേശുക്രിസ്തുവും റോമ സാമ്രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ റോമ ഭരണാധികാരികളുടെ കീഴിലാണ് ജനിച്ചതും ജീവിച്ചതും മരിച്ചതും ഒക്കെ. അപ്പം അത് തന്നെയാണ് അവിടെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് പ്രസവിക്കാനുള്ളവർ പ്രസവിക്കുവോളം അവനവരെ ഏൽപ്പിച്ചു കൊടുത്തു. പ്രസവിക്കുവോളം മാത്രമല്ല, പ്രസവിച്ച് കഴിഞ്ഞും അത് അന്യ ജാതികളുടെ കയ്യിലായിരുന്നു. അവിടെ രാജാവില്ലായിരുന്നു. ഇന്നും അത് തന്നെയാണ് അവസ്ഥ. യെരുശലേം എന്ന് പറയുന്നത് അവർ 2000 വർഷത്തോളം അതങ്ങനെ തന്നെയാണ് ഇരുന്നത്. 2000 വർഷത്തിന് ശേഷം അവിടേക്ക് ഇസ്രായേലിയർ പലപ്പോഴായിട്ട് വന്ന് അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ടുവന്ന് മനുഷ്യരുടെ നേതൃത്വത്തിൽ കൂട്ടിക്കൊണ്ടുവന്നു. ദൈവം തന്നെയാണ് അവരെ കൂട്ടിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞത്. അവരെ ചിതറിക്കിടന്ന എല്ലാ ദേശത്തും കൂട്ടിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞതും കൂട്ടിക്കൊണ്ടുവന്നതെല്ലാം ദൈവം തന്നെയാണ്. അതിവിടെ കൃത്യമായി നമുക്കത് വായിച്ചെടുക്കാൻ പറ്റും. എന്നിട്ടാണ് പറഞ്ഞ അവൻ്റെ സഹോദരന്മാർ ശേഷിപ്പുള്ളവർ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ മടങ്ങി വരും പറയുന്നത്. അപ്പോൾ താഴോട്ട് പിന്നെ നമ്മൾ കാണുന്നത് അശൂർ നമ്മുടെ ദേശത്ത് വന്ന് നമ്മുടെ അരമനകളിൽ ചവിട്ടുമ്പോൾ. അപ്പോൾ അവിടെ ആ ഒരു കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ പറയുന്ന അശൂർ നമ്മുടെ ദേശത്ത് വരുന്നതിനെ കുറിച്ചാണ്. അശൂർ വരുന്നതിനെ സംബന്ധിച്ചും അശൂരിനെതിരെ ദൈവം വിധി നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ച് നമുക്ക് അവിടെ വന്ന് ആ ഭാഗങ്ങളിൽ നിന്ന് വായിക്കാം. അതെന്താണ്? അശൂർ നമ്മുടെ ദേശത്ത് വന്ന് ചവിട്ടുമ്പോൾ, നമ്മുടെ അതിരുകളിൽ ചവിട്ടുമ്പോൾ അവൻ നമ്മെ അവിടെ കയ്യിൽ നിന്ന് വിടുവിക്കും. ഇതൊറ്റ വാക്യത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെങ്കിലും കാലത്തിൻ്റെ ദൈർഘ്യം ഒരുപാടുണ്ട്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇത് സംഭവിക്കുക, അവരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നത്. അത് അശൂരിൻ്റെ കയ്യിൽ നിന്നായാലും കൽദേരുടെ കയ്യിൽ നിന്നായാലും അങ്ങനെ തന്നെയായിരുന്നു. 70 വർഷത്തെ പ്രവാസം കഴിഞ്ഞ് യഹൂദ തൻ്റെ ദേശത്തേക്ക് വന്നു. അപ്പോഴും ഈ ഇസ്രായേലിൻ്റെ കാര്യം പരുങ്ങലിലായിരുന്നു. അവർക്ക് തിരിച്ചൊരു മടങ്ങി ഉണ്ടാകാതെ വണ്ണം ആവുകയും അവർ മിക്സായി പോവുകയും ജാതികൾ ഇടകലർന്നു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോയി. ഇവിടെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അവർ തിരിച്ചു വരികയും അവർ പിന്നെ ഞാൻ നിന്റെ ദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുകയും നിന്റെ കോട്ടകളൊക്കെ ഇടിച്ചു കളയുകയും ചെയ്യും. ഞാൻ ക്ഷുദ്രപ്രയോഗങ്ങളെ നിന്റെ കയ്യിൽ നിന്ന് ശേഖരിച്ചു കളയും. ശകുനവാദികൾ നിനക്കിനി ഉണ്ടാകുകയില്ല. ഞാൻ വിഗ്രഹങ്ങളെയും സ്തംഭപ്രതിഷ്ഠകളെയും നിന്റെ നടുവിൽ നിന്ന് ഛേദിച്ചു കളയും. നീ ഇനി നിന്റെ കൈപ്പണിയെ നമസ്കരിക്കുകയില്ല. ഞാൻ നിന്റെ അശേര പ്രതിഷ്ഠകളെ നിന്റെ നടുവിൽ നിന്ന് പറിച്ചു കളയും. ഞാൻ നിന്റെ പട്ടണങ്ങളെ നശിപ്പിച്ചു കളയുകയും ചെയ്യും. ഞാൻ ജാതികളോട് അവർ കേട്ടിട്ടില്ലാത്ത വണ്ണം കോപത്തോടും ക്രോധത്തോടും കൂടി പ്രതികാരം ചെയ്യും. അപ്പോൾ ജാതികളോട് എന്ന് പറയുമ്പോൾ ഈ 2 ദേശത്തെയും പ്രവാസത്തിലേക്ക് കൊണ്ടുപോയ ജാതികളാണ് പ്രധാനമായും അവിടെ വരിക. ബാക്കി എല്ലാ ജാതികളോടും അങ്ങനെ തന്നെ ആണ് ദൈവം ചെയ്യാനിരിക്കുന്നത്. പക്ഷെ ഇവരെ അവിടെ അവരുടെ അശൂരായാലും കൽദേരായാലും അവർക്കെതിരെ പ്രാബല്യം പ്രാപിക്കുന്നവരെ ദൈവം കൈകാര്യം ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം, ഈ വടക്കേ ഇസ്രായേലിനെ സംബന്ധിച്ച് വ്യക്തമായ രേഖകളില്ലെങ്കിലും തെക്ക് യഹൂദയെ സംബന്ധിച്ച രേഖകളുണ്ട്, അല്ലെങ്കിൽ യെരുശലേമിൽ നിന്ന് പ്രവാസത്തിലേക്ക് പോയവരെ സംബന്ധിച്ച രേഖകളുണ്ട്. അവർ തിരിച്ച് 70 വർഷം കഴിഞ്ഞ് നാട്ടിൽ വന്നു. പക്ഷേ അവിടുത്തെ യഥാർത്ഥ ഒരു ഗുണപരമായ കാര്യമുണ്ടായത്, അവർ പിന്നെ ഇവിടെ ഈ നമ്മൾ വായിക്കുന്ന പോലെ അവർ കൈപ്പണിയെ നമസ്കരിക്കുകയില്ല. ഞാൻ നിന്റെ അശേര പ്രതിഷ്ഠകളെ നിന്റെ നടുവിൽ നിന്ന് പറിച്ചു കളയും. നീ ഇനി അന്യദൈവങ്ങളെ സേവിക്കുകയില്ല എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പ്രവാസത്തിന് ശേഷം യഹൂദയിൽ വന്ന ജനം പിന്നെ ഒരിക്കലും അവർക്ക് യേശുക്രിസ്തുവിൻ്റെ കാലത്തും ഒക്കെ നമുക്കറിയാം, അവർ അന്യദൈവങ്ങളുടെ പുറകെയോ ഈ അശേര പ്രതിഷ്ഠകളുടെയോ മോവാബിൻ്റെ ദേവന്മാരെയോ ഒന്നും അന്വേഷിച്ചു പോയില്ല. യഹോവ തന്നെ ദൈവം, യഹോവയെ തന്നെ സേവിച്ച് യഹോവ മാത്രം ദൈവം എന്ന അവസ്ഥയിലേക്ക് മാറുന്ന ഗുണപരമായ ഒരു കാര്യം ഈ 70 വർഷത്തെ പ്രവാസത്തിൽ ഉണ്ടായി എന്നുള്ളത് വളരെ സന്തോഷമുള്ളതാണ്. അതുതന്നെയാണ് ദൈവം പറയുന്നത്.
ഇനി അത് സംപ്രതിഷ്ഠകളും വിഗ്രഹങ്ങളും ശകുനവാദികളും ക്ഷുദ്രപ്രയോഗങ്ങളും അക്ഷരപ്രതിഷ്ഠകളും കൈപ്പണിയും ഒന്നും നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകില്ല. അത് അങ്ങനെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും മുമ്പ് പറഞ്ഞ പോലെ സന്തോഷകരമായ കാര്യം. അത് തന്നെയാണ് ഈ 5-ാം അധ്യായത്തിൻ്റെ ഏറ്റവും കാതലായ കാര്യവും. 3-ാമത്തെ വായനാഭാഗം യാക്കോബ് എഴുതിയ ലേഖനം. നമ്മൾ യാക്കോബ്, ബൈബിളിലാകെ 4 യാക്കോബിനെ കാണാം. അതിലൊരാൾ യേശുക്രിസ്തുവിൻ്റെ സ്വന്തം സഹോദരനായ യാക്കോബാണ്. ആ യാക്കോബാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ഇതാകെ 5 അധ്യായങ്ങളുള്ള ഒരു പുസ്തകമാണ്. ഇത് പ്രധാനമായും വിശ്വാസത്തെ സംബന്ധിച്ചാണ് ഇതിൻ്റെ രേഖ. വെറും അല്ലെങ്കിൽ വിശ്വാസത്തെ സംബന്ധിച്ച് വെറുതെ പറഞ്ഞു പോവുകയല്ല. വിശ്വാസത്തിൻ്റെ എന്താണ് വിശ്വാസമെന്നും വിശ്വാസത്തിൻ്റെ നിലകളെപ്പറ്റി അതിൻ്റെ ഒരു ആത്മീകമായ അവസ്ഥയിൽ പറഞ്ഞു പോവുക മാത്രമല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് പറയുകയല്ല. പ്രധാനമായും ഇവിടുത്തെ ഉദ്ദേശം ഇത് ദൈനംദിനം തങ്ങളുടെ ദൈവമക്കളുടെ പ്രവൃത്തിയുമായി ബന്ധപ്പെടുത്തേണ്ടതാണ്. അത് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അല്ലെങ്കിൽ ബന്ധപ്പെടുത്തി അത്തരം പ്രവൃത്തികൾ, വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ നമ്മൾ ചെയ്യണം എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. പലപ്പോഴും നമ്മൾ കാണുന്ന വിശ്വാസം എന്നത് പറച്ചിലിലും പുസ്തകത്തിലും പ്രസംഗത്തിലും ആത്മീക ഒരു തലത്തിൽ നിന്ന് അത് കളിക്കുന്നതാണ് കാണുന്നത്. എന്നാൽ വിശ്വാസം എന്നത് ദൈനംദിന ജീവിതത്തിൽ പകർത്തേണ്ടതാണ് എന്നുള്ളതാണ് യാക്കോബിൻ്റെ ഉപദേശം. അതാണ് അതിൻ്റെ ശരിയും. അതൊരിക്കലും പറഞ്ഞു പോകാനുള്ളതല്ല, മറിച്ച് ജീവിതത്തിൽ അത് കാണുന്നവർക്ക് പ്രകടമാകേണ്ടതാണ്. ഇവിടെ ആദ്യം തന്നെ എഴുതിയിരിക്കുന്നത് 1-ാമത്തെ അധ്യായം, ദൈവത്തിൻ്റെയും കർത്താവ് യേശുക്രിസ്തുവിൻ്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത്. ആർക്കെഴുതുന്നു? ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും വന്ദനം. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്നെണ്ണുവിൻ. അപ്പോൾ അത് ദൈനംദിന ജീവിതത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ഈ സന്തോഷം നമ്മൾ ഉണ്ടാകുകയും ആ സന്തോഷം പ്രകടിപ്പിക്കുന്നവരെയും മറ്റുള്ളവർക്ക് അത് കാണുന്നവരുമാകണം. നമ്മുടെ വിശ്വാസ ജീവിതത്തിനകത്ത് നമുക്ക് നെഗറ്റീവ് ചിന്തകളും പ്രത്യാശയില്ലാത്തവരും പിറുപിറുക്കുന്നവരുമായി ജീവിച്ചാൽ അത് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും എന്ത് ആത്മീക വർധനയാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണ്ണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. ആദ്യത്തെ 4 വാക്യത്തിനകത്ത് തന്നെ പറയുകയാണ്, നിങ്ങൾക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. അവിടെ മറ്റൊരു കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ അതിനെക്കുറിച്ച് ദൈവത്തോട്, അത് ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കണം. ദൈവമേ, എനിക്ക് ജ്ഞാനം കുറവുണ്ട്, എനിക്ക് ജ്ഞാനം തരണമെന്ന്. അത് വിശ്വാസത്തിൻ്റെ കാര്യം പറയുമ്പോഴും അങ്ങനല്ലേ. യേശുക്രിസ്തുവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് യേശുക്രിസ്തുവിനെ ശിഷ്യന്മാർ പറയുന്നുണ്ട്, അപേക്ഷിക്കുന്നുണ്ട്. അതവന് ലഭിക്കുമെന്നാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അത് ലഭിക്കും. പക്ഷെ അത് എങ്ങനെയാണ് നമ്മളത് യാചിക്കേണ്ടത്? ലഭിക്കുമെന്ന് വിചാരിച്ചിട്ട് യാചിക്കണോ? ലഭിക്കില്ല എന്ന് വിചാരിച്ചിട്ടില്ല യാചിക്കണോ? സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത്. സംശയിച്ച് കാറ്റടി ചലയുന്നവൻ എല്ലാം ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ തരട്ടെ, ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ തന്നെയാണ് തരേണ്ടത്. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് നമ്മൾ അറിയണം. ദൈവത്തിന് ഇഷ്ടം എന്താണെന്ന് അറിയാത്ത കുറേ കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ദൈവമേ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, അപ്പോൾ ദൈവരാജ്യം വരണമെന്ന് പ്രാർത്ഥിച്ചിട്ട് ദൈവം നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ ചെയ്യണമെന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ? ദൈവരാജ്യം വരണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടഹിതം തന്നെയാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മൾ ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കണം, എന്നിട്ട് ആമേൻ പറയണം. അല്ലാതെ നമുക്ക് മനസ്സിൽ തോന്നുന്ന കുറേ കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ അവസാനം ദൈവമേ അങ്ങയുടെ ഹിതപ്രകാരം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. മറിച്ച് ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കാൻ നമ്മൾ പഠിക്കണം. ദൈവം നമ്മളെ അനുഗ്രഹിക്കും, നിന്നെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ദൈവം നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണം. അപ്പോൾ അനുഗ്രഹിക്കണം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി എന്നാണോ, അതോ അനുഗ്രഹിക്കണം എന്ന് തന്നെയാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? അപ്പോൾ അവിടെ അനുഗ്രഹിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എന്നെ അനുഗ്രഹിക്കണമേ ദൈവമേ എന്ന് പറഞ്ഞിട്ട് ദൈവം നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ അനുഗ്രഹിക്കുന്നു പറയുന്നതിനകത്ത് ഒരു പ്രായോഗിക ഒരു ശരിയായ ഒരു പ്രാർത്ഥനയുടെ നിരപ്പല്ല. അവിടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണമെന്ന് തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വിശ്വസിക്കാത്തവൻ
വിശ്വസിക്കാത്തോ അല്ലെങ്കിൽ സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരയ്ക്ക് സമൻ. അപ്പോൾ കടൽ തിര എങ്ങനെയാണ്? ഇങ്ങോട്ടും വരും അങ്ങോട്ട് പോകും, ഇങ്ങോട്ടും വരും അങ്ങോട്ടും പോകും. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നതാണ്. താഴോട്ട് നമ്മൾ വായിക്കുന്നത് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ ദൈനംദിന ജീവിതത്തിൽ പരീക്ഷ അത് വരും, അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു പ്രത്യേക തലത്തിലല്ല, അത് ഡെയിലി ലൈഫിലാണ് നമ്മളിത് അനുഭവിക്കുന്നത്. ഈ പരീക്ഷ ഏറ്റവും താഴത്തെ ലെവലിൽ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. അവിടെ പ്രധാനമായിട്ട് ദൈവം പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്, മനസ്സിൽ തോന്നരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവരാകുന്നു. അതുകൊണ്ട് തന്നെ ദൈവം ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഇനി അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത്, ഇത് എല്ലാവരും മനസ്സിൽ കരുതേണ്ട കാര്യമാണ്. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. രണ്ട് വ്യക്തികളെ നമുക്ക് കാണാം, ആദവും യേശുക്രിസ്തുവും. ആദമിൻ്റെ മുമ്പിലും വന്ന പരീക്ഷ. അപ്പം കാണുവാൻ നല്ലത് അത് എവിടെ? ആ പരീക്ഷ വന്നപ്പോഴാണോ അയാൾക്കുള്ളത്? അത് നേരത്തെ തന്നെ അയാളുടെ ഉള്ളിലുള്ളതാണ്. കാണുവാൻ നല്ലത്, കാണുവാൻ നല്ലത്, തിന്മാൻ കൊള്ളാവുന്നത്, അല്ലേ? അപ്പം തിന്മാൻ കൊള്ളാവുന്നത് ഈ ഈ വൃക്ഷഫലം മുമ്പിൽ വന്നപ്പോഴാണോ, അതോ അതിന് മുമ്പേ ഈ തിന്മാനുള്ള ഒരു മോഹം അയാളുടെ ഉള്ളിലുണ്ടോ? അതുപോലെ തന്നെ പ്രതാപം എന്ന് പറയുന്നത് വഴ മുമ്പിൽ വന്നപ്പോഴാണോ ആദവിനുണ്ടായിരുന്നത്? അത് നേരത്തെ അയാളുടെ ഉള്ളിലുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പരീക്ഷണ വിധേയമായത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യേശുക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ കല്ല്, പക്ഷെ 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് യേശുക്രിസ്തു. അപ്പോഴേ യേശുക്രിസ്തുവിനുണ്ടായി, കല്ല് തന്നെ നീ അപ്പമായത്, ഇവിടെ അപ്പമൊന്നുമില്ല, എങ്ങും കിട്ടാനില്ല, വളരെ ദൂരത്തൊക്കെ ഉള്ളൂ, നിനക്ക് വിശക്കുന്നുണ്ട്, നീ ഈ കല്ലിനെ അപ്പമായി എടുത്ത് ഭക്ഷിക്കാൻ പറയുകയാണ്. അപ്പം അവിടെ ആദം ആ കാ പറിച്ച് തിന്ന തനിക്ക് കിട്ടിയ അഹോവ കൊണ്ട് തന്ന വൃക്ഷഫലം തിന്നതുപോലെ ഇവിടെയും യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ ഒരു കല്ലിനെ അപ്പമായി തീരാനുള്ള ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. അവിടെ എന്താണ് യേശുക്രിസ്തു പറയുന്നത്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനത്താലും ജീവിക്കുന്നു. അതുപോലെ 2 പരീക്ഷകൾ ആദത്തിന് നേരിട്ട പോലെ 2 പരീക്ഷകൾ യേശുക്രിസ്തുവിന് പിന്നെയും നേരിടുന്നുണ്ട്. ഇതൊക്കെ മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെയുള്ള മോഹത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പരീക്ഷകളാണെന്നാണ് പറയുന്നത്. അവിടെ പുറത്തുനിന്ന് ഒരു മനുഷ്യനും, ഒരു പിശാചോ, ഒരു സാത്താനോ, പുറത്തുനിന്ന് വേറൊരു വ്യക്തിയോ ഒന്നും ഈ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കടന്ന് ഈ പ്രലോഭനങ്ങൾക്ക് ഇടയാക്കുന്നില്ല. അവനവൻ സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുത്തുന്നതാണ് നമ്മളിവിടെ യാക്കോബ് എഴുതി കണ്ടത്. ഇത് ശരിയുമാണോ എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം. നമ്മൾ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ചിട്ടാണോ എന്ന്. മറ്റൊരാൾക്ക് വേറൊരു നന്മ ലഭിക്കുമ്പം അത് കണ്ട് അസൂയപ്പെടുന്നത് നമ്മുടെ ഉള്ളിലെ മോഹത്താലാണ്. ആരെങ്കിലും പുറത്തുനിന്ന് വന്ന ഒരു പിശാചോ സാത്താനോ വേറൊരു മനുഷ്യനോ ദൈവദൂതനോ നമ്മളോട് വന്ന് ചെയ്യുന്ന പരീക്ഷയല്ല, മറിച്ച് അങ്ങനെ ഉണ്ടാകുന്ന അസൂയ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന മോഹത്താൽ ഉണ്ടാകുന്നതാണ്. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുന്നവരാകുന്നു. ഒരിക്കലും ദൈവം പരീക്ഷിക്കുന്നു എന്ന് ആരും പറയരുത്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിച്ചു. ഇതാണ് ആദത്തിനുണ്ടായത്, എന്നാൽ യേശുക്രിസ്തുവിൽ സംഭവിക്കാത്തത്. അപ്പോൾ ഇവിടെ നമ്മൾ മാതൃകകൾ പറയുമ്പോൾ കഴിഞ്ഞ എബ്രായ ലേഖനത്തെ നമ്മൾ ആരുടെ മാതൃകയാണ് പറഞ്ഞിരിക്കുന്നത്? യേശുക്രിസ്തുവിൻ്റെ മാതൃകയാണ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഒരു മാതൃകയാണ് ഞാനിപ്പോൾ ഇവിടെ ഈ മോഹത്തെ സംബന്ധിച്ചും പാപത്തെ സംബന്ധിച്ചും പരീക്ഷയെ സംബന്ധിച്ചും ഒക്കെ ഞാനിവിടെ പറഞ്ഞത്. എന്നിട്ട് നാം അവൻ്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന് അവൻ തൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. നമ്മൾ എങ്ങനെയാണ് ഈ ജനിക്കപ്പെട്ടത്? ആത്മാവിൽ അല്ലെങ്കിൽ വിശ്വാസത്തിൽ ജനിക്കപ്പെട്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ് അവിടെ ആദ്യ ഫലമാകേണ്ടത്. ഈ ആദ്യ ഫലമാകേണ്ടതെന്ന് പറയുന്നത് യേശുക്രിസ്തു വരുന്ന സമയത്ത് മരിച്ചവർ ഉയർക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്.
ഇപ്പം ജീവിച്ചിരിക്കുന്ന രൂപാന്തരപ്പെടും. എന്നിട്ട് പറയുന്നുണ്ട്, ഈ ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെടുന്നത് മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് നിത്യജീവൻ പ്രാപിക്കുന്ന പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ. അപ്പോൾ അതാണ് ഒരുവിധം ആദ്യ ഫലമാകേണ്ടതെന്ന് പറയുന്നത്. യേശുക്രിസ്തു ആണ് ആദ്യഫലം. യേശുക്രിസ്തു വരുമ്പോഴാണ് ഇനി അവൻ്റെ വരവിങ്കലാണ്. അതും നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. അവൻ്റെ വരവിങ്കൽ നടക്കുമ്പോഴും അവിടുത്തെ ഒരു ആദ്യഫലം എന്ന തരത്തിൽ ഇവിടെ പറയാണ്, മരിച്ചവരാണ് ആദ്യഫലം, ജീവിച്ചിരുന്ന് രൂപാന്തരം പ്രാപിക്കുന്നത് രണ്ടാമതാണ്. ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. പിന്നൊരു കാര്യം പറയുന്നത്, ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗവും പറയാൻ താമസവും കോപത്തിന് താമസവും ഉള്ളതായിരിക്കട്ടെ. അപ്പോൾ പലരും ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടക്ക് കയറി പറയുന്ന ശീലം നമുക്ക് പലർക്കും ഉണ്ട്. അതല്ല, ഒരാൾ പറയുന്നത് എന്താണെന്ന് മുഴുവൻ പറയാനുള്ള സാഹചര്യവും കൊടുക്കുന്നവർക്ക് അത് പറയുന്നത് എന്താണെന്ന് വ്യക്തമായി നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. എന്നാൽ മാത്രമേ അതിനൊരു മറുപടി നമുക്ക് പറയാനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് കേൾക്കാൻ വേഗതയുള്ളവനായിരിക്കുക എന്നുള്ളതാണ്. എങ്കിലും വേറൊരു കാര്യം താഴെ പറയുന്നത്, അവിടെ ഒരു മിനിറ്റ്, ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ വചനം കേൾക്കുന്നവനല്ല, മറിച്ച് വചനം ചെയ്യുന്നവനായിരിക്കാനാണ് യാക്കോബിൻ്റെ അതിൽ ഉപദേശം. ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. അവൻ തന്നെത്താൻ കണ്ടു പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നു പോകുന്നു. കണ്ണാടിയിൽ നമ്മൾ മുഖം നോക്കിയിട്ട് നമ്മൾ കണ്ണാടിയിൽ കണ്ട മുഖം നമ്മൾ മറന്നുപോയാൽ എങ്ങനെ ഇരിക്കും? അപ്പം നമ്മുടെ മുഖം എങ്ങനെയാണ്, നമ്മുടെ രൂപം എങ്ങനെയാണ്, നമ്മുടെ കാഴ്ചയിൽ നമ്മൾ എങ്ങനെ ഇരിക്കും, നമുക്ക് നമ്മളെക്കുറിച്ചൊരു ബോധമുണ്ട്. അതിലാണ് നമ്മൾ ഈ ജീവിക്കുന്നത്. അത് നമ്മളെക്കുറിച്ച് നമ്മൾ എങ്ങനെയാണ് ഇരിക്കുന്നത് മറന്നുപോയാൽ എങ്ങനെ ഇരിക്കും? അതാണ് ഇവിടെ ചോദിക്കുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ട് മറക്കുന്നവനല്ല. അതായത് ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് മറന്നു പോകുന്നവനല്ല, മറിച്ച് പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകുന്നു, അനുഗ്രഹിക്കപ്പെട്ടവനാകും. നിങ്ങളിൽ ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലുമായുള്ള ഭക്തിയോ, അതെടുത്ത് പ്രവൃത്തിയാണ് പറയുന്നത്, യഥാർത്ഥ ഭക്തിയോ യഥാർത്ഥ വിശ്വാസമോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും. അപ്പോൾ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണും. അങ്ങനെയുള്ള സമയത്ത് ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. ഈ കളങ്കം എവിടെ വെച്ച് വേണേലും സംഭവിക്കാം. ആ കളങ്കം പറ്റാതെ സ്വയം കാത്തുകൊള്ളുന്നവരുമായിരിക്കണം നമ്മൾ ഈ പറയുന്ന ഭക്തർ അല്ലെങ്കിൽ വിശ്വാസികൾ എന്നുള്ളതാണ് അവിടെ. അപ്പോൾ ഭക്തരാണ്, മനസ്സുകൊണ്ട് ഭക്തിയുണ്ട്, പക്ഷേ പ്രവൃത്തി കൊണ്ട് തങ്ങളെ തന്നെ കാത്തു സൂക്ഷിക്കേണ്ടവരുമാണ്. പ്രവൃത്തിയിൽ കളങ്കമോ പ്രവൃത്തിയിൽ ദുഷ്പ്രവൃത്തിയോ അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളോ വന്നാൽ ആ വിശ്വാസത്തിനൊന്നും ഒരു അർത്ഥവുമില്ല, അല്ലെങ്കിൽ വിശ്വാസത്തിനൊന്നും ഒരു മഹിമയോ മേന്മയോ നേട്ടമോ ദൈവസന്നിധിയിലില്ല എന്നുള്ളത് നമുക്കാണ് ഇവിടെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യം. അപ്പം വിശ്വാസി എന്ന് പറയുമ്പോൾ നമ്മൾ രഹസ്യത്തിൽ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ആരും അറിയണമെന്നില്ല, പക്ഷേ ദൈവം അറിയുന്നു എന്നുള്ളത് വളരെ സ്പഷ്ടമായ കാര്യമാണ്. അപ്പം നമുക്ക് ഭയപ്പെടാൻ ദൈവമാണുള്ളത്. ഭയത്തോടെ ജീവിക്കേണ്ടവരാണ് നമ്മൾ. യേശുക്രിസ്തുവാണ് നമ്മുടെ മാതൃക. വചനം കേൾക്കുകയും വിശ്വാസിയാണെന്നും പറഞ്ഞ് വിശ്വാസത്തിൽ ഇങ്ങനെ ബലം പിടിച്ചിരിക്കുന്നതുമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ദൈനംദിനം ആ പ്രവൃത്തി വെളിപ്പെടുകയും കാണുന്നവർക്ക് അവനൊരു വിശ്വാസിയാണ് എന്ന് മനസ്സിലാക്കും. അപ്പോൾ ഒരാളൊരു വിശ്വാസിയാണോ അല്ലയോ എന്നുള്ളത് ആ പ്രവൃത്തി കണ്ടാൽ മനസ്സിലാവും. വിശ്വാസി എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യം, ഫെയ്ത്ത് എന്ന വിശ്വാസമുണ്ട്, വിശ്വസിക്കുന്നവൻ എന്ന വിശ്വാസമുണ്ട്. ഒരുത്തൻ്റെ ജീവിതത്തിൽ വിശ്വസിക്കുന്നവനാണെങ്കിൽ വിശ്വസിക്കുന്നവൻ്റെ പ്രവൃത്തി അവൻ കാണും. അവൻ്റെ പ്രവൃത്തി കണ്ടാൽ മതി അവരൊരു വിശ്വാസിയാണെന്ന് മനസ്സിലാകാൻ. വളരെ എളുപ്പമാണ്. അവരുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ കേട്ടാൽ മതി അവൻ്റെ യഥാർത്ഥത്തിൽ വിശ്വാസിയാണെന്ന് മനസ്സിലാക്കാൻ. അതേതാ വചനത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അതൊക്കെ കൃത്യമായിട്ടായിരിക്കും പറയുന്നത്. പക്ഷേ സിറ്റുവേഷൻസിന് അവൻ കൊടുക്കുന്ന മറുപടി, സിറ്റുവേഷൻസിന് അവന് നേരിടുന്ന രീതിയൊക്കെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയാണോ അതോ അല്പവിശ്വാസിയാണോ അവിശ്വാസിയാണോ അന്ധവിശ്വാസിയാണോ എന്നൊക്കെ മനസ്സിലാവും. അത് ഈ നമ്മുടെ എബ്രായ ലേഖനം പറഞ്ഞതുപോലെ തന്നെ യാക്കോബിൻ്റെ ലേഖനവും ഈ പുസ്തകത്തിലെ വിശ്വാസിക്ക് സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകം തന്നെയാണ്. അത് വിശ്വാസത്തെ സംബന്ധിച്ച് വിശ്വാസ വീരന്മാരെക്കുറിച്ചും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പിക്ചറും ഒക്കെ നമ്മുടെ മുമ്പിൽ വരച്ച് കാണുന്നത് പോലെ
ഇവിടെ ദൈനംദിന ജീവിതം എങ്ങനെയാണ് പ്രവൃത്തികളാൽ സൂക്ഷിക്കേണ്ടത് എന്നുള്ളതിന് വളരെ കൃത്യമായ ഒരു എഴുത്ത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ യാക്കോബ് നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഹിതപ്രകാരം കരുതിയിട്ടുണ്ട്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ 3 വായനാ ഭാഗങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. നാളെ പുതിയ വായനാ ഭാഗങ്ങളുമായിട്ട് വീണ്ടും കാണാം. നന്ദി.